ഇന്ന് ഓഗസ്റ്റ് 6, ഹിരോഷിമ ഡേ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ ഒരു യുദ്ധമായിരുന്നു 1939 മുതൽ 1945 വരെയുള്ള രണ്ടാം ലോകമഹായുദ്ധം. ലോകത്തിലെ മിക്ക രാഷ്ട്രങ്ങളും രണ്ട് ചേരിയായി നിന്ന് നടത്തിയ ഒരു യുദ്ധമായിരുന്നു ഇത്. പടിഞ്ഞാറൻ സഖ്യവും സോവിയറ്റ് യൂണിയനും ജർമ്മനി പിടിച്ചടക്കിയതോടെയും അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ആത്മഹത്യയോടെയും ജർമ്മനി മെയ് 8, 1945 നീരുപാധികം കീഴടങ്ങിയതോടെ യൂറോപ്പിലെ യുദ്ധം അവസാനിച്ചു. എന്നാൽ ജപ്പാൻ കീഴടങ്ങാൻ വിസമ്മതിച്ചു. ജപ്പാനിലെ നഗരങ്ങളായ ഹിരോഷിമയിൽ ഓഗസ്റ്റ് 6 ബോംബിട്ടു. ഹിരോഷിമയിൽ ബോംബിട്ടതിന് പിന്നാലെ ജപ്പാൻ കീഴടങ്ങുമെന്നാണ് സഖ്യകക്ഷികൾ പ്രതീക്ഷിച്ചതെങ്കിലും അതുണ്ടായില്ല. അതോടെ രണ്ടാമതും ജപ്പാനെതിരെ അണുബോംബ് പ്രയോഗിക്കാൻ തീരുമാനമായി. ദിവസങ്ങളുടെ ഇടവേളയിൽ ഓഗസ്റ്റ് 9 രാവിലെ 9 മണിക്കാണ് നാഗസാക്കിയിൽ ബോംബ് പതിച്ചത്. കൂടുതൽ ബോംബുകളുടെ ഭയവും സോവിയറ്റ് യൂണിയന്റെ കടന്നുവരവും ഭയന്ന് ജപ്പാൻ ഓഗസ്റ്റ് 15 കീഴടങ്ങി. ഹിരോഷിമയിൽ പതിച്ച ബോംബിന്റെ പേര് ലിറ്റിൽ ബോയ് എന്നായിരുന്നു. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലുകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി. പർവ്വത സമാനമായ പുക കൂണാകൃതിയിൽ 40,000 അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി. 1000 അടി ഉയരം വരെ പൊടിപ്പടലങ്ങൾ ചുഴറ്റിയടിച്ചു. 1.5 ലക്ഷത്തോളം പേർ നിമിഷാർദ്ധം കൊണ്ട് ഇല്ലാതെയായി. യുദ്ധങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള പോരും തീവ്രവാദ ആക്രമണങ്ങളും തുടർക്കഥയാകുമ്പോൾ അണുബോംബ് എന്ന ഭീതി ലോകത്തെ വിട്ടൊഴിയുന്നില്ല. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇപ്പോഴും ജനിക്കുന്ന കുട്ടികളെപ്പോലും അണുപ്രസരണത്തിന്റെ ഭാഗമായുള്ള ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകുന്നുവെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു.